മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗവും ഇന്ന് കോഴിക്കോട് ചേരും. സ്ഥാനാർത്ഥികൾ സീറ്റുമാറൽ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് സൂചനയുണ്ട്. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വിനീഷ്, ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരിക? മായ, പ്രധാനമായും ഇത് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന് എങ്ങനെ സജ്ജമാകണം, അതിനുള്ള ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇത് സംബന്ധിച്ചുള്ള മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ന് തീരുമാനമാവുക. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ അവർക്ക് ധാരണയായിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം അങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. കാരണം അതിൽ വലിയ തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല. ചില സീറ്റുകൾ UDF-ൽ ചില സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ട്, ചില സീറ്റുകൾ വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുണ്ടാവും. അതിൽ പ്രധാനമായും കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ വിജയിക്കാറില്ല. കാരണം അവിടെ ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയ ഒരു കൺസൾട്ടേഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ആ സീറ്റ് ഒരു പക്ഷേ CMPക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. CMPയിലെ CP ജോൺ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അത് മുസ്ലിം ലീഗ് കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പകരം മറ്റൊരു സ്ഥലത്ത് ഒരു മുസ്ലിം ലീഗിന് മറ്റൊരു സീറ്റായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിൽ നിന്ന് മറ്റ് UDF കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന് കാര്യമായ ഒരു സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലമാണ്. UDF-ന് കാര്യമായ ഒരു സ്വാധീനം ഇല്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ മേൽക്കൈ നേടുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വരികയാണെങ്കിൽ പകരം മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള ഒരു വെച്ചുമാറലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അത് മലപ്പുറമാണെങ്കിലും മറ്റുള്ള കണ്ണൂരാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് പ്രധാനമായും പറയുന്നത് മുസ്ലിം ലീഗ് ഏറ്റവും വലിയ കക്ഷിയാണ്. മലബാറിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായി ഒരു വിലപേശലിൻ്റെ ആവശ്യമല്ല, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകണം എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ ഒരു വിലപേശലിന് പോകാനുള്ളൊരു സാധ്യത കൂടിയില്ല. എങ്കിൽ പോലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. അത് പ്രധാനമായും മലപ്പുറമാണ്. അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരും കാസർഗോഡും ചില ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ സീറ്റ് ആവശ്യപ്പെടും. മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും പോകുമ്പോൾ അവിടെയും ചില സീറ്റുകൾ, ഒറ്റപ്പെട്ട സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ ഒരു സഹായമില്ലാതെ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ പോലും അത്തരം സ്ഥലങ്ങളിൽ കൂടി ലീഗ് സീറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനമായും മലബാർ തന്നെയാണ്. അതിൽ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ, കോഴിക്കോടും മലപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റ്, എത്ര സീറ്റ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളും ഇപ്പോൾ തന്നെ അതിന് സജ്ജമാകേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം, എന്തായാലും ഇങ്ങനെ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നത്. ഇതിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാവും ചർച്ച ചെയ്യുക. മായ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.